സൗദി അറേബ്യയിലെ റിയാദ് ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ ജയിൽ മോചനം വൈകുന്നതിൽ നിരാശയോടെ കുടുംബം. റിയാദ് ക്രിമിനൽ കോടതി കേസ് ഇന്ന് വീണ്ടും പരിഗണിച്ചെങ്കിലും മോചന ഉത്തരവ് ഉണ്ടായില്ല. സാങ്കേതിക കാരണങ്ങളാലാണ് കേസ് മാറ്റിയതെന്ന് റഹീം നിയമസഹായ സമിതി അറിയിച്ചു. ഡിസംബർ 12 വ്യാഴാഴ്ച കേസ് വീണ്ടും പരിഗണിക്കും. നമുക്കെല്ലാവർക്കും ഇത് വൈകുന്നതിൽ എല്ലാവരും വളരെ പിന്നെ ഈ സമയം നമ്മളെല്ലാവരും കൂടെ വരാനുണ്ടായ കാരണം ഒരു സന്തോഷ മുഹൂർത്തം പങ്കുവെക്കാം എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ കോടതിയുടെ വിധി അന്തിമമാണ്. ആ വിധി നമുക്ക് തീർച്ചയായും അംഗീകരിച്ചേ മതിയാകുള്ളൂ. ഈ വരുന്ന ഒരു രണ്ടോ മൂന്നോ ആഴ്ച മാക്സിമം, ഇതുപോലെ തന്നെ കഴിഞ്ഞ നവംബർ 17 നമുക്ക് 3 ആഴ്ചയാണ് സമയം തന്നത്. അതുപോലുള്ള ഒരു ഗ്യാപ്പിൽ റഹീമിൻ്റെ ഒരു മോചനം പിന്നെ അന്തിമ വിധി പ്രഖ്യാപിക്കുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. സൗദി ബാലൻ മരിച്ച കേസിലാണ് കോഴിക്കോട് രാമനാട്ടുകര കോടമ്പുഴ സ്വദേശി മച്ചിലകത്ത് അബ്ദുൾ റഹീം 18 വർഷമായി റിയാദിലെ ജയിലിൽ കഴിയുന്നത്. പബ്ലിക് പ്രോസിക്യൂഷൻ അടക്കമുള്ള വകുപ്പുകളിൽ നടപടിക്രമങ്ങൾ പൂർത്തിയായതിനാൽ റഹീമിന്റെ മോചന ഉത്തരവ് ഇന്നുണ്ടാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു കുടുംബം. എന്നാൽ റിയാദ് ക്രിമിനൽ കോടതി കേസ് ഇന്ന് വീണ്ടും പരിഗണിച്ചെങ്കിലും മോചന ഉത്തരവ് ഉണ്ടായില്ല. മോചനം നീളുന്നതിൽ അവ്യക്തതയുണ്ടെന്നും സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും റഹീമിന്റെ കുടുംബം ആവശ്യപ്പെട്ടു. അതിൽ അവ്യക്തത നിൽക്കുന്നു. നമുക്ക് കുടുംബത്തിന്റെ ഭാഗത്ത് പറയാനുള്ളത് ഇപ്പോൾ അവരാവശ്യപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടോ എന്തുകൊണ്ട് നീണ്ടു പോകുന്നു എന്നുള്ളതാണ്. അതിന് കമ്മിറ്റിയും നമ്മളൊപ്പം നിന്നുകൊണ്ട് ഇരു രാജ്യങ്ങൾ വിഷയങ്ങളാണെങ്കിൽ വിദേശകാര്യ മന്ത്രാലയം എല്ലാവരും ഇടപെട്ടുകൊണ്ട് ഇതിൽ എന്താണോ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നിറവേറ്റി കൊടുത്തിട്ട് റഹീമിനെ അനിയനെ എത്രയും പെട്ടെന്ന് മോചിപ്പിച്ച് നാട്ടിലെത്തിക്കാൻ ശ്രമിക്കണമെന്നാണ് കുടുംബത്തെ ബാധിക്ക് പറയാനുള്ളത്. ബ്ലഡ് മണിയുടെ ചെക്കും രേഖകളും കോടതിയിൽ എത്തിച്ചതോടെ മോചനത്തിനായുള്ള നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായിരുന്നു. ദിയാദനം സ്വീകരിച്ചതിന് ശേഷം കൊല്ലപ്പെട്ട സൗദി ബാലന്റെ കുടുംബം മാപ്പ് നൽകാൻ തയ്യാറാണെന്ന് റിയാദ് ക്രിമിനൽ കോടതി അറിയിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ ജൂലൈ 2-നാണ് റഹീമിന്റെ വധശിക്ഷ റദ്ദാക്കിക്കൊണ്ടുള്ള കോടതി ഉത്തരവുണ്ടായത്. എന്നാൽ കോടതിയുടെ സ്വാഭാവികമായ നടപടികൾ പൂർത്തിയാക്കാനുള്ളതിനാൽ അബ്ദുൾ റഹീമിന്റെ മോചനം നീണ്ടുപോവുകയായിരുന്നു. സമാനതകളില്ലാത്ത ഫണ്ട് ശേഖരണത്തിൽ മൊത്തം 47.87 കോടി രൂപയാണ് സംഭാവനയായി ലഭിച്ചത്. ഇതിൽ റഹീമിന്റെ മോചനത്തിനായി 34 കോടിയിലേറെ മോചനദ്രവ്യവും വക്കീൽ ഫീസായി 1.5 കോടിയും ഉൾപ്പെടെ 36.27 കോടി രൂപ വിനിയോഗിച്ചു. ഇതിനിടെ അബ്ദുൾ റഹീമിന്റെ മാതാവും സഹോദരനും അമ്മാവനും റിയാദിലെ ജയിലിലെത്തി റഹീമുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കാത്തിരിപ്പ് ഗുണകരമാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് റഹീമിന്റെ കുടുംബവും നാട്ടുകാരും. ന്യൂസ് മലയാളം, കോഴിക്കോട്.